അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. പക്ഷേ അവരെ പോലെയല്ലല്ലോ നമ്മൾ. ഒരു രാത്രി കൊണ്ട് ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ തങ്ങള് ഒരു ദിവസം കൊണ്ട് 4 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്. ഒരു രാത്രി കൊണ്ട് 2 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്. അവരെ പോലെയല്ലല്ലോ നമ്മൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു രാത്രിയിൽ 2 തവണ ഖുർആൻ ഖത്തം തീർക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ല. 2 ഖത്തം ഒരു രാത്രിയിൽ എനിക്കത് ഇഷ്ടമല്ല. ഒരു രാത്രിയിൽ ഒരു സൂറത്ത് ഓതി സുബഹി വരെ ആ സൂറത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കലാണ് ഒരു ഖത്തം ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടം. വളരെ വേഗതയിൽ, അമിതമായ വേഗതയിൽ ഒരു ഖത്തം തീർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു സൂറത്ത് ഓതി അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങലാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതെ, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയാണ്, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥം ആലോചിച്ചുകൊണ്ടുള്ള 2 റകഅത്ത് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൻ ബിലാ ഖൽബിൻ. 12 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരമാണ്. സുബഹി നിസ്കാരം വരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ, പക്ഷേ അയാൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നില്ല. അറിയുന്ന സൂറത്തുകളെ പോലെ സുബഹി വരെ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെക്കാളൊക്കെ എനിക്കിഷ്ടം 2 റകഅത്ത് ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൊണ്ട് 2 ഖുർആൻ ഓതലാണ്. റകഅതാനി ഫീ തഫക്കുരിൻ, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥം ആലോചിച്ചുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കലാണ് എനിക്ക് ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി നിങ്ങൾ കേൾക്കണോ എന്റെ സഹോദര? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സഹോദര, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, ആഖിറത്തിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള ആയത്തിറങ്ങിയപ്പോഴാണ് പേടിച്ച് ഒരു സ്വഹാബി ബോധം കെട്ട് വീഴുന്നത്. കണ്ണു തുറന്നപ്പോ ഹബീബ് തന്റെ ചുണ്ടിനെ ആ സഹോദരന്റെ ചുണ്ടിലേക്ക് ഹബീബിന്റെ കാത് വെച്ചു കൊടുത്തു. അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും, പക്ഷേ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ? എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ? നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, നൂഹ് നബിയുടെ മകനും നരകത്തിലാണല്ലോ. എനിക്കെന്റെ ഭാര്യയെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? എനിക്കെന്റെ മകനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? നബിയേ, എനിക്ക് പേടി തോന്നുകയാണ് ഈ ആയത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞ് മരിച്ചുപോയ സ്വഹാബിയുണ്ട്. ആയത്ത് കേട്ടിട്ട് മരിച്ചുപോയ ഒരു സ്വഹാബി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ആയത്ത് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ നരകത്തിൽ പോവാൻ പാടില്ല, നിങ്ങളുടെ മക്കളും നരകത്തിൽ പോവാൻ പാടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉപ്പമാരെ, മക്കളെ കയറൂരി വിടുന്ന ഉപ്പമാരെ, യാതൊരു നിയന്ത്രണമില്ലാതെ രാത്രി വീട്ടിലേക്ക് 1 മണിക്ക് വന്നാലും പ്രശ്നമില്ല, 2 മണിക്ക് വന്നാലും പ്രശ്നമില്ല, ഇനി വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ മക്കളെ കയറൂരി വിടുന്ന ഏതെങ്കിലും ഉപ്പമാര് ഏതെങ്കിലും മുന്നിലുണ്ടെങ്കിൽ ഇത് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തസ്ബീഹ് മാല കൊണ്ട് സ്വർഗം കിട്ടുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തഹജ്ജുദ് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന്? എത്തൂല, ഉറപ്പാണ് എത്തൂല. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഒരു ഉപ്പയും ഒരു ഉമ്മയും സ്വർഗത്തിലെത്തൂല, ഉറപ്പാണ്. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഉപ്പയും ഉമ്മയും സ്വർഗം കാണുകയില്ല. അപാകത മീൻസ് പ്രായപൂർത്തി എത്തുന്നത് വരെ ദീനിൽ അധിഷ്ഠിതമായി ചിട്ടയോടെ വളർത്തേണ്ടത് ഓരോ ഉപ്പയുടെയും ഓരോ ഉമ്മയുടെയും ബാധ്യതയാണ്. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എത്ര നന്നായി മക്കൾ മോശമായാൽ നിങ്ങളും അവരെ കൂടെ നരകത്തിൽ പോണ്ടി വരും. സ്വഹീഹ് ഹദീസ് അടിസ്ഥാനത്തിൽ പറയാം. ഈ മക്കൾ നാളെ മഹ്ശറ വത്സവിൽ ഏത് മക്കളെന്നറിയോ? രാത്രി 12 മണിയായിട്ടും വീട്ടിലേക്ക് വരാത്ത മക്കൾ.
ഇനി രാത്രി വൈകി വന്ന മക്കള് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളൊന്ന് വിളിക്കാൻ തയ്യാറാവാറുണ്ടോ? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴുന്ന് വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവാറുണ്ടോ? ഇല്ല. നിങ്ങൾ ദുനിയാവിന്റെ സ്വർഗം വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ അതോടൊപ്പം നരകത്തിന്റെ ആഖിറത്തിലെ നരകമാണ് വാങ്ങിച്ചു കൊടുത്തത്. ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിപ്പിച്ച ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയ ഉപ്പമാരെ, നിങ്ങളുടെ നരകം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങളുടെ ആഖിറം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് സക്കാത്ത് നൽകി എല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് പോവാൻ നിൽക്കാണ്. മക്കളാണെങ്കിലോ നരകത്തിലേക്ക് പോവാൻ നിൽക്കാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ ഈ മക്കളെയുമായി നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മക്കള് പറയും, അത്രേ മുത്തുനബി പറഞ്ഞ വിഷയമാണ്, ലാ എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല. എന്നെ രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉപ്പ വാതിൽ കുറ്റിയടിച്ചപ്പോ ആ ഉപ്പയറിയാതെ പിന്നാമ്പുറത്തുള്ള വാതിൽ തുറന്നു തന്ന എന്റെ ഉമ്മ, എന്നെ ഉപദേശിക്കാത്ത ഉമ്മ, സിനിമ കാണുമ്പോൾ ദേഷ്യപ്പെടാത്ത ഉമ്മ, എന്നെ വ്യഭിചാരത്തെ തൊട്ട് ഉപദേശിക്കാത്ത ഉമ്മ, എന്നെ കളിയെ തൊട്ട് ദേഷ്യപ്പെടാത്ത ഉമ്മ, നിസ്കരിക്കാതിരിക്കുമ്പോ പേടിപ്പിക്കാത്ത ഉമ്മ, ആ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല എന്ന് അല്ലാഹുവിനോട് ഈ മക്കൾ ആശ പിടിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുവന്നിട്ട് അല്ലാഹു വിലയിരുത്തുകയാണ്. നോക്കുമ്പോൾ പ്രായപൂർത്തി എത്തുന്നതുവരെ സംസ്കാരം പഠിപ്പിക്കണമല്ലോ, പ്രായപൂർത്തി എത്തുന്നതുവരെ അവർക്ക് അദബ് പഠിപ്പിക്കണമല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, ഞാൻ ചോദിക്കട്ടെ എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരോട്, നിങ്ങൾ ഉച്ചയ്ക്ക് നാളെ മനോഹരമായ സദ്യ ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒരുമിച്ചൊരു ടേബിളിന്റെ മുന്നിലിരുന്നിട്ട് ചിക്കനും മട്ടനും എല്ലാം പൊരിച്ചു വെച്ച് നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് മനോഹരമായ ഭക്ഷണത്തിനിരിക്കുമ്പോ നിങ്ങളുടെ മൂത്ത മകനെ നിങ്ങൾ വിളിച്ചിട്ട്, മോനെ നീ ഒന്ന് പോയിട്ട് ഒരു വിദേശ മദ്യം വാങ്ങിച്ചു വാ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ വിദേശ മദ്യം കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ മദ്യത്തിൽ വെച്ചിട്ട് ഉമ്മ നിങ്ങളത് നിങ്ങളുടെ മക്കൾ കൊടി കൊടുത്തിട്ട് ചിയേഴ്സ് അടിച്ചുകൊണ്ട് ഉപ്പ ഉമ്മ നിങ്ങളെ പരസ്പരം കഴിക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? സിസ്റ്റർ ഉണ്ടോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മോനോട് പറയാം, മോനെ ഒന്ന് പോയി നല്ലൊരു വിദേശ മദ്യം വാങ്ങിച്ചു വാ, എന്നിട്ട് ഉപ്പ ഒഴിച്ചു കൊടുക്കുക, ഉമ്മ ഒഴിച്ചു കൊടുക്കുന്ന ചിയേഴ്സ് അടിച്ച് കുടിക്കുക. ആ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കണ്ണ് കാണും പറയാ കണ്ണ് ഇങ്ങനായി പോയി, അങ്ങനെ കണ്ടു ഉസ്താദേ? ഇല്ല, ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതില്ല, ഇല്ലാതിരിക്കട്ടെ. അത് എന്തേ ഇല്ലാത്തത്? എന്തേ അതില്ലാത്തത്? ഇല്ലാതിരിക്കാനുള്ള കാരണം അത് അപമാനമാണ്, അത് മാന്യതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇതുകൊണ്ടല്ലേ അല്ലെ? അതൊരു മോശമായത് കൊണ്ടല്ലേ? അതൊരു നീചമായത് കൊണ്ടല്ലേ? എന്നാൽ ഇതിനേക്കാളും അപമാനമാണ് ഉപ്പ, ഇതിനേക്കാളും അപമാനമാണ് ഉമ്മ. ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത്. കള്ള് കുടിക്കുമ്പോ നിങ്ങൾക്ക് കണ്ണ് തുറന്നു, പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇങ്ങനെയൊക്കെ ഫാമിലി കൂട്ടമായിരുന്നിട്ട് കള്ളു കുടിക്കും. സിനിമക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ? ഫാമിലി നല്ലൊരു സിനിമ ഇറങ്ങിയ മംഗലാപുരത്ത് പോയിട്ട് ഫാമിലി ഉപ്പയും ഭാര്യയും മക്കളും സിനിമ കാണുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കുറവാ, കോഴിക്കോട് ഭാഗത്തൊക്കെ അത് വളരെ വളരെ വ്യാപൃതമായി നടക്കാണത്. കാസർഗോഡ് ജില്ലയിൽ പെണ്ണുങ്ങൾ തിയേറ്ററിൽ പോയ കല്ലെറിയുമെന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ കള്ളു കുടിക്കാൻ നിങ്ങൾ അറപ്പ് കാണിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ സിനിമയും സീരിയലും നിങ്ങളുടെ പെർമിഷനോടെ നിങ്ങളുടെ സമ്മതത്തോടു കൂടി കാണുന്നതും നിങ്ങൾ വെറുത്തേക്കണം. അതുപോലെ തെറ്റാണിത്, അതുപോലെയുള്ളൊരു പാപമാണിത്. നിങ്ങൾക്കത് പ്രശ്നമായി തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഈ മക്കളാണ് നാളെ നരകം ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രശ്നകലുഷിതമായ ഈ സാഹചര്യത്തിലെ പ്രശ്നകലുഷിതമായ ആഭാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചമ്മാടിത്തരങ്ങളും കോപ്പാട്ടിത്തരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് മക്കളെ പഠിപ്പിക്കാൻ യാതൊരു ടെൻഷനുമില്ലാതെ യാതൊരു ബാധ്യതയുമില്ലാതെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ഒരു മഹത്തായ സ്ഥാപനം അവിടെ കിടക്കുന്നുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും വിശ്വകലാലയമായി ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രശസ്തിയാർജിച്ച ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായി ഇങ്ങ് മാലിക് ദിനാറിൽ 10-12 വർഷമായി തുടക്കം കുറിച്ച മഹത്തായ സ്ഥാപനം. അവിടേക്ക് നിങ്ങളുടെ മക്കളെ, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന മക്കൾ മദ്രസ കഴിഞ്ഞിട്ട് 11 വയസ്സ് 12 വയസ്സ്
തികയാത്ത മക്കളെ നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിച്ചിട്ട് അവിടെ വിജയിച്ച് നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ അഴിച്ചാൽ 12 വർഷക്കാലം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ. അവന് കഞ്ചാവ് അടിക്കുമോ, അവന് കള്ളു കുടിക്കുമോ, അവന് പുകവലിക്കുമോ, അവന് സീസർ വലിക്കുമോ, അവന് സിനിമ കാണുമോ, അവൻ തെറ്റ് ചെയ്യുമോ എന്നൊരു വ്യാധി നിങ്ങൾക്കില്ലല്ലോ. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്താ? സ്കൂളിലേക്ക് പോയ മകൻ തിരിച്ചു വരുമോ എന്ന് പേടിയാണ്, കഞ്ചാവ് അടിക്കുമോ എന്ന് പേടിയാണ്, വ്യഭിചരിക്കുമോ എന്ന് പേടിയാണ്. എന്തിനേറെ പറയണം, നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉന്നതമായ തവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനെ എനിക്കറിയാം. നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. പക്ഷെ പഠിപ്പിക്കാൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചത് കാരണം കഞ്ചാവിന്റെ അഡിക്റ്റായ പെണ്ണ്. ഏതോ ലോക്കൽ കുടുംബത്തിലെ പെണ്ണല്ല, ഉത്തമമായ ഒരു നാട്ടിൽ അന്തസ്സുള്ള ഒരു കുടുംബത്തിന്റെ പെണ്ണ് കഞ്ചാവിന്റെ അഡിക്റ്റാണെന്ന് തിരിച്ചറിഞ്ഞത് കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവാണ്. ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു. ഉപ്പാക്ക് മനം, ഉപ്പാക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നില്ല, ഉപ്പാക്ക് സമുദായത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തേ? കഞ്ചാവടിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുഖം നോക്കുക? ഈ മകൾ ഓർത്തിട്ട് സമുദായത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒളിച്ച് ഗൾഫിൽ ജീവിക്കുകയാണ് പിതാവ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മക്കളിൽ ഇല്ലാതിരിക്കാനാണ് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത 12 വർഷക്കാലം നിങ്ങൾക്ക് നോ ടെൻഷൻ, ഒരു ടെൻഷനും ഇല്ല. 12 വർഷം കഴിയുമ്പോൾ ഒരു ഹുദവിയായി ഇറങ്ങാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇറങ്ങിയാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ വേണ്ട. അവന് വേണ്ട സമ്പാദ്യം, അവന് വേണ്ടുന്ന വഴി, പിന്നെ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ, ഹയർ സ്റ്റഡിക്ക് പോകണോ, ഡോക്ടറേറ്റ് എടുക്കണോ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി പഠിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ മാലിക് ദിനാർ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സുഹൃത്ത് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ചവർ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ ഹുദവി, അതുപോലെ റാഷിദ് ഹുദവി എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്തഫ ഹുദവി. ഇഷ്ടംപോലെ ആളുകൾ. നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് വേണ്ടി, കൂടുതൽ പഠിക്കാൻ വേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകണം, ആവാം. ഇനി നിങ്ങൾക്ക് പള്ളിയിൽ ഒരു ഖത്തീബായി ജോലി ചെയ്യണം, അതും ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ദീനിന് ഉപകരിക്കുന്ന 4 ഭാഷകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യും മക്കളെ നിങ്ങൾക്ക് കിട്ടൂലേ? സ്കൂളിൽ മാസാമാസങ്ങളിൽ 6000-ഉം 10,000-ങ്ങളും നിങ്ങൾ കൊടുക്കുമ്പോൾ 5 പൈസയുടെ ചെലവില്ലാതെ വളരെ മഹത്തായ ഒരു സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ മുന്നിലുണ്ടായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ മക്കൾ നാളെ ചോദ്യം ചെയ്യൂലേ? ഇന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ഏജിലുള്ള പല മക്കളും നമ്മെ കാണുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഉമ്മമാരെയും ഉപ്പമാരെയും ഈ മക്കളെ പറയുന്നുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ വെച്ച് എത്രത്തോളം പറയുമെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ഭീമമായ തുകകൾ നൽകി മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പറഞ്ഞേക്കുമ്പോൾ അതിന് തത്തുല്യമായ ഭൗതികതയും മതവും കൂട്ടിച്ചേർത്ത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ മതചിട്ടയോടെ, മതചൈതന്യത്തോടെ തളർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പഠിപ്പിക്കുക. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വഫിയ കോളേജുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർക്ക് +1, +2 ഡിഗ്രി, PG സഹിതം അവർക്ക് നൽകുന്ന മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന എല്ലാവരും മൊയിലാർച്ചിമാരായ വഫിയകൾ പഠിപ്പിച്ചുകൂടെ? വെറും ഭൗതികതയുടെ പിന്നാലെ പോയിട്ട് എന്ത് നേടി? ഈ മക്കളാണ് നാളെ നമ്മൾക്കെതിരെ തിരികെ. അള്ളാഹു കാക്കട്ടെ. സമയം 10:08 ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. നമ്മൾ ഖുർആനിനെ ആലോചിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു എന്നെ സമ്മതിക്കും, എനിക്ക് അനുവാദം തരും. അങ്ങനെ നരകക്കാരെ ഞാൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഖുർആൻ ഓടി വന്നിട്ട്, ഇയാളെ കൊണ്ടുപോവാൻ ഞാൻ വിടൂല, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ചില ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഖുർആൻ സമ്മതിക്കൂല. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഖുർആനും നിങ്ങളുടെ ഇടപാട് നിങ്ങൾ നോക്കിക്കോളണം. മറ്റുള്ള വിഷയത്തിലൊക്കെ ഞാൻ രക്ഷിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണ്. ഖുർആൻ ഇവിടെ മൈൻഡ് ചെയ്യാത്തവർ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താത്തവർ, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആൻ തടഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അല്ലാത്ത ആളുകളെയൊക്കെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവിന്റെ ഹബീബ് ഒരു പരാതി പറയുന്നുണ്ട് റബ്ബിനോട്, അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആളില്ല എന്നല്ല, ഖുർആനിൽ അധിഷ്ഠിതമായി അമൽ ചെയ്യുന്ന ആളുകളുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി.
വയഖറഉ സൂറത്തുത്തൂർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ